അങ്ങനെ ഗൈസ് നമ്മളിതാ ഈ റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ബർത്ത്ഡേയുടെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. കണ്ടില്ലെങ്കിൽ ഞാൻ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കാം. അപ്പൊ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പൊ ഈ 2 days നമ്മൾ അടിച്ചു പൊളിച്ചു. അതായത് നമ്മൾ ഇവിടെ വെക്കേറ്റ് ചെയ്ത് പോവാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്യായിരുന്നു. നമ്മൾ 2 ദിവസം അടിച്ചു പൊളിച്ചു എന്ന് പറയാം. നല്ല രസമുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി വന്നപ്പോൾ നമ്മൾ വിചാരിച്ചേക്കാൾ അടിപൊളിയായിരുന്നു. സോ നിങ്ങൾ ഈ റിസോർട്ടിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് റിസോർട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റിസോർട്ടിൽ നിന്ന് കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. ഇവരൊക്കെ ആയിരുന്നു അവിടുത്തെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. ശരിക്കും ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ നമ്മൾ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബൈ ദ വേ കുട്ടികൾക്ക് വേണ്ട പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്തു. നമ്മുടെ റീൽസൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ സെയിം പേര് തന്നെയാണ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഉള്ളത്. സോ നിങ്ങൾക്ക് റീൽസൊക്കെ കാണണമെങ്കിൽ അതിൽ കാണാം കേട്ടോ. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതായിരുന്നു കേട്ടോ നമ്മൾ വന്ന വണ്ടി. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ സ്പോട്ടുകളുണ്ട് കാണാനായിട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വയനാട് നമ്മൾ ഒത്തിരി തവണ വന്നുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളൊന്നും നമ്മൾ പോകുന്നില്ല. പോണ വഴിക്ക് നമ്മൾ ശരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ആമോസിൻ്റെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ റിസോർട്ടിൽ പോകുക, എല്ലാവരുമായിട്ട് അടിച്ചു പൊളിക്കുക. അതായിരുന്നു നമ്മുടെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മുടെ പൂക്കോട് ലേക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഫിഷ് ഫീഡ് ചെയ്യാൻ പറ്റും, ബേർഡ്സിനൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവരുടെയൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവരൊന്നും ഇങ്ങനെ പോയിട്ടില്ല. നമ്മൾ ഓൾറെഡി മുമ്പൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം ലേക്കിൽ കയറിയൊരു ബോട്ടിങ്ങാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ ബോട്ടിങ് നിർത്തി വെച്ചേക്കുമായിരുന്നു. അങ്ങനെ നമ്മളിവിടെ കയറി ബേർഡ്സിനെയൊക്കെ കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു പോരാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വായോ കേട്ടോ. ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീസ് എന്ന് പറയുന്നത് 60 രൂപയാണ്. നമ്മൾ മുമ്പ് കയറിയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കമ്പന്തേരിയാണ്. അവിടെ ഇതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആമൂസിൻ്റെ സെക്കൻഡ് ടൈമാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകുന്നത്. എനിക്കും ആമൂസിൻ്റെ ഈ സംഭവങ്ങളൊക്കെ നല്ല പേടിയാണ്. എന്നാലും ജസ്റ്റ് വീഡിയോയ്ക്ക് ഫോട്ടോയ്ക്കും വേണ്ടി നിന്നല്ല. ബാക്കി എല്ലാവർക്കും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ആമൂസിന് നല്ല പേടി ഉണ്ടാവുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. അതിനെടുക്കാനായിരുന്നു അടുത്ത പ്ലാൻ. അപ്പോൾ ബാക്കി ആരും എടുത്തില്ല. ഇങ്ങനെ അതായത് പാമ്പ്, വേറെ ബേർഡ്സ്, വലിയ ബേർഡ്സൊക്കെ ഇല്ല, അതിനൊക്കെ എടുക്കുന്നതിന് എക്സ്ട്രാ ഫീസ് കൊടുക്കണം, ഈ എൻട്രി ഫീസ് അല്ലാണ്ട്. അപ്പോൾ അതിന് എടുക്കാൻ വേണ്ടി പപ്പ വെയിറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പേര് മാംഗോ എന്നാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 4 ലക്ഷത്തിന് മുകളിൽ വരുന്നത്. ഈ ബ്രീഡിൻ്റെ ഈ ബേർഡിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. പക്ഷെ അത് പുറത്തേക്ക് വന്നില്ല. ഇത്രയും ആൾക്കാരെ കണ്ടിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് അത് പുറത്തേക്ക് വന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ 8ൻ്റെ പണി കിട്ടിയത് പിക്കൂനാണ് കേട്ടോ. സാധാരണ ഞങ്ങൾ ലേക്കിൻ്റെ അവിടെയായിരുന്നു വണ്ടി പാർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് അവൻ നടന്നു വന്നു. ഞങ്ങളിത് അതിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്തു, അവൻ്റെ കാലിലൊരു അട്ട കടിച്ചു. സാധാരണ അട്ട കടിച്ച് മുമ്പ് ഞങ്ങൾ വാഗമണ് പോയ സമയത്ത് അട്ട കടിച്ചിട്ടൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ബ്ലീഡിങ് കുറേ നേരത്തേക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിയിൽ നമുക്ക് അടിപൊളി കോട കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കോട കാണാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അടിപൊളിയായിരുന്നു കണ്ടത്. നല്ല രസമല്ലേ കാണാനായിട്ട്. പിന്നെ അവിടെ അധികം നേരം നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ കാരണം നമ്മുടെ ചുരം ഇറങ്ങുന്ന സമയത്തായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധികം നേരം ഇവിടെ നിർത്തിയിടാൻ പറ്റില്ല വണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തു. പിന്നെ കുറേ കുരങ്ങന്മാരൊക്കെ വന്ന് നമ്മുടെ കയ്യിലേക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ തട്ടിപ്പറക്കൽ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു നമ്മുടെ വയനാട്. നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ ചുരത്തിലെത്തി. അപ്പൊ അടിപൊളി കാഴ്ച, ഫുള്ള് കോടയും മഴയും കിടിലനാണ് കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഷോർട്സ് വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടല്ലോ ഇവിടുത്തെ ക്ലൈമറ്റ് എന്നുള്ളത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
അതായത് നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ മുമ്പ് നമ്മൾ വയനാട് വരുന്ന ആ ഒരു തണുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ തണുപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കുറേ ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാം. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ദേ നമ്മൾ അങ്ങനെയൊക്കെ തിരിച്ചു പോകുന്നു. അതൊക്കെയായിരുന്നു നമ്മുടെ വ്ളോഗിൻ്റെ നമ്മുടെ ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേയുടെ വ്ളോഗ് കാണാത്തവർക്ക് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ റിസോർട്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ റിസോർട്ടിൻ്റെ ഫുൾ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതൊക്കെയായിരുന്നു നമ്മുടെ ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ. നമ്മളൊന്നും പ്ലാൻ ചെയ്യാണ്ട് എല്ലാവരുമായിട്ട് വന്നുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. ശരിക്കും നമ്മുടെ ട്രിപ്പുകളൊക്കെ പോകുമ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ എപ്പോഴും പ്ലാൻ ചെയ്ത് പോകുന്ന ട്രിപ്പുകളാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. പക്ഷേ പ്ലാൻ ചെയ്യാണ്ട് പോകുന്ന ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും, നല്ല ഒരുപാട് മെമ്മറീസ് തരും. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആമൂസിൻ്റെ ബർത്ത്ഡേ നമ്മൾ വീട്ടിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നേക്കാൾ നല്ലത് നമ്മളെല്ലാവരും കൂടി വേറൊരു സ്ഥലത്ത് പോയി എൻജോയ് ചെയ്ത് അടിപൊളിയാക്കും. അപ്പം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ അടിച്ചു പൊളിക്കാനും ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാനും പറ്റി. അപ്പോൾ അതാ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സൊക്കെ നമ്മളെന്താ പറയുക ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ ആമൂസിനെ കാണാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് എപ്പോഴെങ്കിലും എടുത്ത് കാണണമെങ്കിലോ നമ്മുടെ പഴയ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് കാണുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരില്ലേ. അപ്പോൾ നല്ല രസമല്ലേ. അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇതാ പോകുന്ന വഴിയിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. ഇടയ്ക്ക് നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വ്ളോഗ്